അടുത്തതായി മീഡിയ വിങ്ങിന്റെ ഷാഫി പെരീക്കൻ, അദ്ദേഹത്തെ ആദരവ് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്താ പറയേണ്ടതെന്നുള്ള അറിയില്ല കറക്റ്റ് ആയിട്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് മീഡിയ ടീം 5-8 പേരുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്വം ഡെയിലി പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്ന ആളുകളെ വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് നിങ്ങളാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. നിങ്ങളത് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഫണ്ട് വരില്ല. നിങ്ങളിത് മറ്റുള്ളവരെ കൊണ്ട് ഫണ്ട് വരുത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് മൊമെന്റോ തരുന്നുണ്ടെങ്കിലൊക്കെ കൂടിയിട്ട് നിങ്ങൾക്കാണ് അതിന്റെ ക്രെഡിറ്റ്, നിങ്ങൾക്കാണ് അതിന്റെ മൊമെന്റോ വേണ്ടതും. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഈ ഒരു കേസിൽ നമ്മള് സത്യത്തിൽ ടെൻഷനായിരുന്നു ഇത് ഏറ്റെടുത്ത സമയത്ത് എങ്ങനെ ഇത് വിജയിപ്പിച്ചെടുക്കും എന്നുള്ളത്. കാരണം സാധാരണഗതിയിൽ എല്ലാ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ് വീഡിയോ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അതല്ലെങ്കിൽ ഫിറോസ് കുന്നപ്പറമ്പിലോ അവരാരെങ്കിലും വന്നിട്ട് കുടുംബത്തിന് സോഷ്യൽ മീഡിയയിൽ ആ രീതിയിലാണത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ടിയില്ല. ആ രീതിയിലാണ് നമ്മൾ സാധാരണ ഫണ്ട് കളക്ട് ചെയ്യല്. പക്ഷെ ഈ ഒരു രീതി നമ്മൾ സ്വീകരിക്കുമ്പോൾ സത്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ കേരളത്തിലെ ബ്ലോഗേഴ്സിന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ ഈ സാഹചര്യം വന്നപ്പോൾ നല്ല ടെൻഷനുള്ള സമയത്താണ് നമ്മൾ പല ബ്ലോഗേഴ്സിനെ മാനിപുരത്തടക്കമുള്ള നമ്മുടെ തൊട്ടടുത്ത പ്രദേശം കൊടുവള്ളി അടക്കമുള്ള ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട്. 30 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗേഴ്സ്. അവരടുത്തൊക്കെ നമ്മൾ സമീപിച്ചു. നമ്മൾ അവരടുത്ത് കെഞ്ചി പറഞ്ഞു നോക്കി. ഒരു ജീവകാരുണ്യം കിഡ്നി പോയ കേസാണ്. ഒരു കിഡ്നി പോയി കഴിഞ്ഞാൽ 2 കിഡ്നിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ വില അവർക്ക് അറിയാൻ കഴിയുള്ളൂ. നമുക്കത് ഏറെക്കുറെ അവരുടെ സാഹചര്യം മനസ്സിലാക്കിയതിന്റെ പേരിലാണ് നമ്മളൊക്കെ ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഈ ബ്ലോഗേഴ്സിന്റെ അടുത്തൊക്കെ എത്രയും ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ച സമയത്ത് അവരൊക്കെ അത് നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവർ പറയുന്ന ഏക റീസൺ നമ്മുടെ കണ്ടന്റ് അല്ല, അത് നമ്മുടെ കണ്ടന്റ് വേറെയാണ്. ഈ ഒരു സംഗതി നമുക്ക് നമ്മുടെ പേജിൽ ചെയ്യാൻ കഴിയില്ല, പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തീർത്ത് പറയാണ്. കൊടുവള്ളിയിലുള്ള ഒരു ബ്ലോഗർ എന്റെ അടുത്ത് പറഞ്ഞു, വേണമെന്നുണ്ടെങ്കിൽ ഞാനത് സ്റ്റോറി ആക്കി ഇട്ട് തരാം, അല്ലാതെ എന്റെ പേജിൽ അത് പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ അതൊക്കെ വളരെ സങ്കടമാണ്. നിങ്ങളെ നാട്ടില്, നമ്മുടെ കേരളത്തില് ഇത്തരം വിഷയങ്ങൾ ഇനി വരുന്ന സമയത്ത് അതാത് നാട്ടിലെ ബ്ലോഗേഴ്സ് ഈ കേസ് ഏറ്റെടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കുടുംബത്തിന്റെ മുന്നിൽ ഇതേപോലെ കരയുന്ന വീഡിയോ മറ്റോ പ്രദർശിപ്പിച്ച് ഫണ്ട് സ്വരൂപിക്കേണ്ട ഒരു ആവശ്യം വരൂല. അതാത് നാട്ടിലെ ബ്ലോഗേഴ്സ് ഏറ്റെടുത്തിട്ട് ചെയ്യും എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യത്തിലൊക്കെ നിങ്ങളൊരു ജാഗ്രത പുലർത്തണമെന്ന് വിനീതമായിട്ട് കേരളത്തിലെ എല്ലാ ബ്ലോഗേഴ്സിന്റെ അടുത്തും പറയാണ്. നമുക്ക് ഇവിടെ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ 2 പേര് നമ്മുടെ നാട്ടിലെ മാനിപുരത്തുള്ള ആദ്യയും അതേപോലെ റെയ്ഹാന, ഇവര് 2 പേര് ഞങ്ങൾ അവരെ വീട്ടിൽ പോയി. ഉച്ചയ്ക്ക് ഞങ്ങൾ അവരെ വീട്ടിൽ പോയ സമയത്ത് തന്നെ ഞങ്ങളെ പെട്ടെന്ന് കയറ്റിയിരുത്തി, സിറ്റ് ഔട്ടിലേക്ക് കയറ്റിയിരുത്തിട്ട് ഞങ്ങൾക്ക് സ്വീകരണം തന്നു. എന്ത് വേണമെങ്കിലും സാറുവിന്റെ കാര്യത്തിൽ, നമ്മുടെ നാട്ടുകാരനല്ലേ, സാറുവിന്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തോളാം, ഒരു ടെൻഷനും കൂടെ അടിക്കേണ്ടെന്ന് പറയുകയും നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ ഓഫീസിൽ വന്നിട്ട് ലൈവ് ചെയ്തോളാം എന്ന് പറയുകയും അത് പ്രകാരം ഇവിടെ വന്നു. അവർ ഇവിടെ വന്നിട്ട് പുതിയ കണ്ടന്റ് ഉണ്ടാക്കി അവരെ പേജിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ നന്ദി. അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം ഇതിന്റെ വാല്യൂ അറിയുന്ന ഒരാൾ എന്നുള്ളതിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കാരണം ബാക്കിയുള്ള ബ്ലോഗേഴ്സിന്റെ അടുത്ത് സംസാരിച്ച സമയത്തൊന്നും അവര് നിരാകരിച്ചത് സ്ഥിതിക്ക് ഇവരെ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്യും. അത് പ്രകാരം പിറ്റേന്ന് ഞങ്ങൾക്ക് ഫണ്ട് വരുന്നത് നല്ല രീതിയിൽ അത് ഫണ്ടായി വരികയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ അത് സ്റ്റേറ്റ്മെന്റിൽ ചെക്ക് ചെയ്ത സമയത്ത് ആ വീഡിയോ ചെയ്തതിന്റെ പേരിൽ നല്ല രീതിയിൽ ഫണ്ട് വന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് മറ്റുള്ള ബ്ലോഗേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ സമീപിച്ചിട്ടുള്ളത്. പക്ഷെങ്കിൽ ആ ബ്ലോഗേഴ്സ് അത് നിരാകരിച്ചതാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ ബ്ലോഗേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളും കൂടി നിങ്ങളെ മേഖല അല്ലെങ്കിലും കൂടിയിട്ട് നിങ്ങളെ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കൂടി തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളത് അതിൽ ജാഗ്രത പുലർത്തണമെന്ന് വിനീതമായിട്ട് അറിയിച്ചുകൊണ്ട് ഇതിൽ നമ്മുടെ പോസ്റ്റുകളും വീഡിയോസൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഫണ്ട് നൗഷാദ് ഗാന്ധിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.